ന്യൂസ് ടുഡേയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. Flexi Electronics and Home Appliances. Flexi. Life Easy. ബാർക്കോഴ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ SP R സുകേശനെതിരെ ക്രൈംബ്രാഞ്ച് അന്വേഷണം. നടപടി ബിജു രമേശുമായി ചേർന്ന് സുകേശൻ ഗൂഢാലോചന നടത്തിയെന്ന വിജിലൻസ് ഡയറക്ടറുടെ റിപ്പോർട്ടിന്റെ പേരിൽ ഉദ്യോഗസ്ഥരെ വരുതിയിലാക്കാൻ നീക്കമെന്ന് പിണറായി വിജയൻ. പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനം. നിശബ്ദരായിരിക്കാൻ കഴിയില്ലെങ്കിൽ ഇറങ്ങിപ്പോകണമെന്ന് പ്രതിപക്ഷത്തോട് ഗവർണർ. You have to allow me to do my constitutional duty. Please, either you sit quiet or you are free to go out. കഴിഞ്ഞ 5 വർഷം കേരളത്തിന്റെ സുവർണകാലമെന്ന് ഗവർണർ. സഭയ്ക്ക് പുറത്തും പ്രതിഷേധം. ലൈംഗിക ആരോപണങ്ങളുടെ വിശദാംശങ്ങൾ മുദ്രവച്ച കവറിൽ സരിത സോളാർ കമ്മീഷന് നൽകി. ആര്യാടൻ മുഹമ്മദ് അപമര്യാദയായി പെരുമാറിയെന്ന് സരിതയുടെ കുറിപ്പ്. ശ്രീധരൻ നായരിൽ നിന്ന് കിട്ടിയ പണത്തിൽ ഒരു ഭാഗം മുഖ്യമന്ത്രിക്ക് കൊടുത്തു. ഉന്നതരുടെ ടെലിഫോൺ വിളികൾക്ക് സ്ഥിരീകരണം. മന്ത്രിമാരും MLA-മാരും പട്ടികയിൽ. എല്ലാ സ്ത്രീകൾക്കും ശബരിമലയിൽ പ്രവേശനം അനുവദിക്കരുതെന്ന് സർക്കാർ സുപ്രീം കോടതിയിൽ. ആചാരങ്ങളിൽ ഇടപെടാൻ പാടില്ല. മുസ്ലിം വ്യക്തി നിയമങ്ങൾ സ്ത്രീകളുടെ അവകാശങ്ങൾ ലംഘിക്കുന്നുണ്ടോ എന്ന് വ്യക്തമാക്കാൻ കേന്ദ്ര സർക്കാരിനോട് സുപ്രീം കോടതി. 2020 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. MS ധോണി നയിക്കും. സാഫ് ഗെയിംസിന് ഗുവാഹത്തിയിൽ തുടക്കം. പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന നയപ്രഖ്യാപനം ഗവർണർ നിയമസഭയിൽ അവതരിപ്പിച്ചു. 5 വർഷക്കാലം കേരളത്തിന്റെ സുവർണകാലമായിരുന്നുവെന്ന് ഗവർണർ നയപ്രഖ്യാപനത്തിൽ അവകാശപ്പെട്ടു. ദേശീയ ശരാശരിയേക്കാൾ മികച്ച വളർച്ച കേരളം കൈവരിച്ചു. അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് ഗവർണർ ജസ്റ്റിസ് P സദാശിവം നയപ്രഖ്യാപനത്തിൽ പറഞ്ഞു. സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമായ അവസരങ്ങളുടെ സുവർണ കാലഘട്ടമായിരുന്നു കഴിഞ്ഞ 5 വർഷങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗവർണർ ജസ്റ്റിസ് P സദാശിവം നയപ്രഖ്യാപന പ്രസംഗം ആരംഭിച്ചത്. The last 5 years of my government has been golden age of opportunities, age where dreams came true, age that propelled Kerala towards fast trajectory of growth and development. കൊച്ചി മെട്രോ, സ്മാർട്ട് സിറ്റി, കണ്ണൂർ വിമാനത്താവളം, വിഴിഞ്ഞം തുറമുഖ പദ്ധതി എന്നിങ്ങനെ വൻകിട പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കും. First among them would be the rupees 5,181 crore Kochi Metro Rail project from Aluva to Peta, the first phase of which will be over by June 2016. കഴിഞ്ഞ കാലയളവിൽ സംസ്ഥാനം ദേശീയ ശരാശരിയേക്കാൾ സാമ്പത്തിക വളർച്ചാ നിരക്ക് കൈവരിച്ചെന്ന് ഗവർണർ നയപ്രഖ്യാപനത്തിൽ ചൂണ്ടിക്കാട്ടി. എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും സപ്ലൈകോയുടെ വിപണന കേന്ദ്രങ്ങൾ ആരംഭിക്കും. ജൈവ പച്ചക്കറി വിപണനം പ്രോത്സാഹിപ്പിക്കാൻ എല്ലാ താലൂക്കുകളിലും ഒരു സുവർണം ഷോപ്പ് ആരംഭിക്കും. 50 പഞ്ചായത്തുകളെ മാതൃകാ ഗ്രാമപഞ്ചായത്തുകളാക്കി മാറ്റും. 730 ബാറുകളും 78 ബിവറേജസ് ഔട്ട്ലെറ്റുകളും അടച്ചുപൂട്ടി മദ്യവിമുക്ത സമൂഹമെന്ന കാഴ്ചപ്പാടിനോട് സർക്കാർ നീതി പുലർത്തിയെന്നും നയപ്രഖ്യാപനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ സംസ്ഥാനമെന്ന നേട്ടം കേരളം കൈവരിക്കും. സംസ്ഥാനത്തിന്റെ IT കയറ്റുമതി 18,000 കോടിയിലേക്ക് ഉയർന്നെന്നും ഗവർണർ ചൂണ്ടിക്കാട്ടി. Adding to the list of firsts that my government has achieved, I am once again proud to say that Kerala has the first digital state in India. സ്വപ്നങ്ങൾ സഫലമാകും വരെ സർക്കാർ വിശ്രമിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഗവർണർ നയപ്രഖ്യാപനം പൂർത്തിയാക്കിയത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഭരണഘടനാപരമായ ചുമതല നിർവഹിക്കാൻ തന്നെ അനുവദിക്കണമെന്ന് നിയമസഭയിൽ ബഹളമുണ്ടാക്കിയ പ്രതിപക്ഷാംഗങ്ങളോട് ഗവർണർ ആവശ്യപ്പെട്ടു. പ്രതിപക്ഷം ശാന്തരായി സഭയിൽ ഇരിക്കുകയോ സഭ വിട്ടുപോവുകയോ ചെയ്യണമെന്ന് ഗവർണർ ആവശ്യപ്പെട്ടു. എല്ലാത്തിനും ഒരു പരിധിയുണ്ടെന്ന് ഗവർണർ പ്രതിപക്ഷത്തോട് പറഞ്ഞു. രാവിലെ 9 മണിയോടെ നിയമസഭയിലെത്തിയ ഗവർണർ ജസ്റ്റിസ് P സദാശിവത്തെ സ്പീക്കറുടെ നേതൃത്വത്തിൽ ഇരിപ്പിടത്തിലേക്ക് ആനയിച്ചു. പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള മുഴുവൻ അംഗങ്ങളും എഴുന്നേറ്റ് നിന്ന് ഗവർണറെ സ്വീകരിച്ചു. പ്ലക്കാർഡും ബാനറുമായി ഇരിപ്പിടങ്ങളിൽ എത്തിയ പ്രതിപക്ഷത്തിന്റെ ഉദ്ദേശവും വളരെ വ്യക്തമായിരുന്നു. ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിന് എഴുന്നേറ്റതോടെ നാടകീയമായി പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനും എഴുന്നേറ്റ് പ്രസംഗം ആരംഭിച്ചു. ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിലേക്ക് കടന്നതോടെ പ്രതിപക്ഷം മുദ്രാവാക്യം വിളിയും ആരംഭിച്ചു. ഇതോടെയാണ് പ്രതിപക്ഷത്തോട് ഇരിക്കുകയോ പുറത്തു പോവുകയോ ചെയ്യണമെന്ന് ഗവർണർ ആവശ്യപ്പെട്ടത്. You have conveyed to the public that you are opposing this government. That is enough. You have to allow me to do my constitutional duty.
please, either you sit quiet or you are free to go out. ഇതിനുശേഷം ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം തുടർന്നതോടെ സർക്കാരിനെതിരെ മുദ്രാവാക്യം മുഴക്കി പ്രതിപക്ഷം പുറത്തുപോയി. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ വിഷയത്തിൽ ശ്രീ ജേക്കബ് ജോർജ്, ശ്രീ ടി സിദ്ദിഖ്, ശ്രീ ആനത്തലവട്ടമാനന്ദൻ, ശ്രീ JR പത്മകുമാർ, ശ്രീ VS സുനിൽകുമാർ MLA തുടങ്ങിയവരെ ചർച്ചയിൽ പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ ആനത്തലവട്ടമാനന്ദൻ, കേരളത്തിന്റെ സുവർണകാലമാണ് എന്ന് സർക്കാർ അവകാശപ്പെടുന്നു. ശരിയല്ലേ? നമുക്ക് കണ്ണിന് മുന്നിൽ കണ്ടുകൂടെ? കൊച്ചിയിൽ മെട്രോ റെയിൽ, സ്മാർട്ട് സിറ്റി, തിരുവനന്തപുരത്ത് വിഴിഞ്ഞം തുറമുഖം, കണ്ണൂരിൽ വിമാനത്താവളം, ഇങ്ങനെ നോക്കിയാൽ കാണാവുന്ന വികസന പ്രവർത്തനങ്ങളാണ് സർക്കാരിന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുക. അത് ഇതൊരു സുവർണകാലമാണ്. തട്ടിപ്പുകാർക്ക്, അധോലോക സംഘത്തിന്, മാഫിയ സംഘത്തിന്, ഗുണ്ടാ സംഘത്തിന്, പെൺവാണിഭക്കാർക്ക്, അവർക്കെല്ലാം നല്ല സുവർണകാലമാണ്. എന്തായാലും ഈ നമ്മുടെ ബഹുമാനായ ഗവർണറെ കൊണ്ട് ഇത് സുവർണകാലമെന്ന് പറയിക്കണ്ടായിരുന്നു. അതൊരു ഭയങ്കര തൊലിക്കെട്ടിയാണ് കാണിച്ചത്. ആർക്കാണ് സുവർണകാലം? തട്ടിപ്പുകാരനും പെൺവാണിഭക്കാർക്കുമെല്ലാം. കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇവിടെ ഏത് മേഖലയിലാണ് ജനങ്ങൾക്ക് സുവർണകാലമായത്? കേരളത്തിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും തൊഴിലെടുത്ത് ജീവിച്ചിരിക്കുന്ന 10,000-കണക്കിന് തൊഴിലാളികളുടെ പണി പോയി, അവൻ പട്ടിണിക്കാരനായി. റബ്ബറിൻ്റെ വരുമാനം കൊണ്ട് ജീവിച്ച റബ്ബർ കൃഷിക്കാരൻ കണ്ണീര് കുടിച്ച് കഴിയുന്നു. ഏലം കൃഷിക്കാരൻ അതിനേക്കാൾ ദയനീയം. നാളികേര കൃഷിക്കാരൻ തെങ്ങ് മുറിച്ചു മാറ്റലല്ലാതെ ഒരു ഇതിനെ പറഞ്ഞിരിക്കുന്നത് 2,400 രൂപ ഒരു തെങ്ങിന് ഒരു മാസം കിട്ടും. നീരജെത്താൻ ഈ ഗവർണറെ കൊണ്ട് ഇതൊക്കെ പറയിക്കേണ്ട വല്ല കാര്യമുണ്ട്? ഞാൻ പറയട്ടെ, അങ്ങോട്ടൊരു ഓഫർ വെക്കുന്നു, 100 രൂപ മാസം ഒരു തെങ്ങിന് തരാൻ തയ്യാറുണ്ട്. 2,400 വേണ്ട, മുഴുവൻ തെങ്ങും വിട്ടുകൊടുക്കാം, കിട്ടാൻ മാർക്കുണ്ടോ? അത് നാളികേര കൃഷിക്കാരൻ്റെ കഞ്ഞുകൂടി മുട്ടിച്ച്, നെൽകൃഷിക്കാരൻ്റെ നിന്ന് കുട്ടനാടൻ പാലക്കാടാണ് കുറച്ചെങ്കിലും ഉള്ളത്, അവിടെ നിന്നെടുത്ത് നെല്ലിൻ്റെ വില കൊടുക്കില്ല. ഇവരല്ലേ ഈ രാജ്യത്തെ ജനങ്ങളെന്ന് പറയുന്നത്. വ്യവസായ മേഖലയിൽ പണിയെടുത്ത തൊഴിലാളികൾ, ആ തൊഴിലാളിയുടെ എല്ലാ വ്യവസായശാലകളും നഷ്ടത്തിലായി. കഴിഞ്ഞ ദിവസം ടൈറ്റാനിയത്തിലെ ഒരു ജീവനക്കാരൻ്റെ അടുത്ത് പറഞ്ഞു, ഈ മാസത്തെ ശമ്പളം 31-ാം തീയതി ആയപ്പോൾ പകുതി ശമ്പളം കൊടുത്തു, അടുത്ത മാസം ആ പകുതിയും കിട്ടൂല. അവിടെയുള്ള തൊഴിലാളികളെയൊക്കെ പിരിച്ചിട്ട് പണിയുമില്ലാതാകുന്ന ഒരവസ്ഥയിലേക്ക് ഇരിക്കുന്നു. ഇതാണ് വ്യവസായ സ്ഥാപനങ്ങളുടെ സ്ഥിതി. ഇന്നിവിടെ അംഗനവാടി ടീച്ചേഴ്സ് വന്ന് സമരം, സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വന്നിരുന്നിട്ട് പോയി സമരം വന്നിരുന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് 10,000 രൂപ ശമ്പളം തരും, 7,000 രൂപ വർക്കർക്ക് കൊടുക്കും, അത് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഇന്ന് വരെ കൊടുക്കും. ഇപ്പൊ പറയുകയാണെങ്കിൽ ഏപ്രിൽ മാസത്തിൽ കൊടുക്കാമെന്ന്. നല്ല പുഷ്കലമായ കാലമല്ലേ? ശരി, അതാണ് അക്കാര്യത്തിൽ താങ്കൾ കാണുന്നത്. തുടരുകയാണെന്നോട്ടമാനന്ദൻ. ശ്രീ ജേക്കബ് ജോർജ്, എല്ലാ ദിവസവും നമ്മൾ സർക്കാരിനെ കുറിച്ചുള്ള ആരോപണങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. നമ്മൾ ഭരണം മാത്രം വിലയിരുത്തിയാൽ ഈ അവകാശവാദം, അതായത് കേരളത്തിന്റെ സുവർണകാലമാണ് ഇത് എന്നുള്ളത് ശരിയാകുമോ? സർക്കാരിന്റെ കണക്കനുസരിച്ച് 12.3% സാമ്പത്തിക വളർച്ച നേടുന്നു. ദേശീയ ശരാശരിയേക്കാൾ വളരെ മികച്ച രീതിയിൽ സാമൂഹ്യക്ഷേമ പദ്ധതികൾ ഈ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതേസമയം തന്നെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ ചൂണ്ടിക്കാണിക്കാനും ഉണ്ട്. സർക്കാരിന്റെ ഈ അവകാശവാദത്തോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? എനിക്ക് വ്യക്തിപരമായ എൻ്റെ ഒരു കാഴ്ചപ്പാട്, കേരളത്തിന് കിട്ടാവുന്ന ഒരു നല്ല മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി, ഒരു വലിയ മുഖ്യമന്ത്രിയാണ്. പക്ഷേ ഉമ്മൻചാണ്ടിക്ക് രാഷ്ട്രീയമായി ആദ്യം മുതലേ പിഴവുകൾ സംഭവിച്ചു. നമ്മൾ കഴിഞ്ഞ ഒരു 5 വർഷത്തെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ അതെല്ലാ വിഷയം ടോപ്പിക്കെന്ന് എനിക്കറിയാം. അപ്പം 5ാം മന്ത്രിവാദം, മുസ്ലിം ലീഗ് ഉന്നയിച്ച 5ാം മന്ത്രിവാദം, മന്ത്രി അതേ തുടർന്ന് ഉണ്ടായ സംഭവവികാസങ്ങൾ, പലതരം രാഷ്ട്രീയ കോലാഹലങ്ങൾ, ഇതിൻ്റെ ഏറ്റവും അപ്പുറത്ത് സരിത വിവാദം, ബാർക്കോഴ വിവാദം, ഇതൊക്കെ ഗവൺമെന്റിന്റെയും പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയുടെയും പ്രതിച്ഛായ വളരെയധികം തകർത്തു കളഞ്ഞു. അതിന് പ്രാഗൽഭ്യമുള്ള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു ഭരണം കാഴ്ചവെക്കുവാൻ ആകുമായിരുന്നു. രണ്ടാമതൊരു കാര്യം, ഇതിനേക്കാൾ നല്ല ഒരു മന്ത്രിസഭ ഉണ്ടാക്കാമായിരുന്നു. ഇതിനേക്കാൾ നല്ലൊരു മന്ത്രിസഭ ഉണ്ടായിരുന്നുവെങ്കിൽ കുറച്ചും കൂടെ കാര്യമായ നേട്ടങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു. ഒറ്റ ഉദാഹരണം, VD സതീശൻ MLA, K മുരളീധരൻ MLA, ഈ നിയമസഭയിലെ കോൺഗ്രസ് MLA-മാരിൽ ഏറ്റവും മികവുള്ള 2 MLA-മാരാണ് ഇവർ. ഇവരെ പുറത്തിരുത്തിക്കൊണ്ട് മന്ത്രിസഭ ഉണ്ടാക്കിയപ്പോൾ തന്നെ മന്ത്രിസഭയുടെ പകിട്ടുപോയി എന്ന് പറയാം. സ്വാഭാവികമായിട്ടും ഇവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു മന്ത്രിസഭയായിരുന്നെങ്കിൽ അതിന്റെ കോൺട്രിബ്യൂഷൻ വലുതാകുമായിരുന്നു. ഇത് വലിയ സുവർണ്ണ കാലഘട്ടം ഞാൻ പറയുന്നില്ല, ആകുമായിരുന്നു. കുറച്ചും കൂടെ നല്ല മന്ത്രിസഭ ഉണ്ടാകുമായിരുന്നെങ്കിൽ ഇതുപോലെയുള്ള ആരോപണങ്ങൾ ഈ ഗവൺമെന്റിനെ തകർക്കുമായിരുന്നില്ല. എല്ലാ സർക്കാരും ചെയ്യുന്ന കാര്യങ്ങൾ അതിന്റെ തുടർച്ചയിൽ ചെയ്തു എന്നതിനപ്പുറത്ത് എന്താണ് ഈ സർക്കാരിന് സവിശേഷമായി അവകാശപ്പെടാനുള്ളത്? സുവർണകാലം എന്ന് അവകാശപ്പെടാൻ എന്തുണ്ടായി കേരളത്തിൽ? ഒന്ന്, കേരളത്തിന്റെ
സാമ്പത്തിക വളർച്ചാ നിരക്ക് ദേശീയ ശരാശരിയേക്കാൾ മുന്നിലെത്തി എന്നുള്ളത് മാത്രമല്ല, ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം നമുക്ക് ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് ഏറ്റവും കുറവ് ഫണ്ട് വകയിരുത്തുന്നതായ പ്രധാനപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒന്നും നടക്കാത്ത ഒരു സ്റ്റേറ്റ് ആയിരുന്നു കേരളം. അവസാനമായി നമ്മുടെ ഇടുക്കി പദ്ധതിയും അതുപോലെ നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടുമാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അത് കഴിഞ്ഞ് കേരളത്തിലെ ലാൻഡ്മാർക്ക് ആയിട്ടുള്ള ഒരു വിപ്ലവകരമായ ഡെവലപ്മെന്റ് പ്രോജക്ട് നടന്നിട്ടില്ല. കൊച്ചിൻ മെട്രോ, ഇപ്പോൾ കണ്ണൂർ എയർപോർട്ട്, വിഴിഞ്ഞം പോർട്ട്, പിന്നെ സ്മാർട്ട് സിറ്റി, അങ്ങനെ തുടങ്ങി പ്രധാനപ്പെട്ടത് മാത്രമല്ല, ഇന്ത്യ രാജ്യത്ത് ആദ്യമായി ഒരു ദേശീയപാത ബൈപ്പാസ് അതിന്റെ ഒരു പാർട്ട് സമ്പൂർണമായി കേരള സ്റ്റേറ്റ് നിർവഹിച്ചു. കോഴിക്കോട് ബൈപ്പാസിന്റെ ഒരു റീച്ച് മുഴുവൻ. അത് മാത്രമല്ല, ഒരു 5 പൈസയുടെ പ്രൈസ് എസ്കലേഷൻ ഇല്ലാതെ ബിഫോർ ദ ടൈം കംപ്ലീഷൻ ഓഫ് ദ പ്രോജക്ട് കേരളത്തിൽ 400 ദിവസത്തിനകം 100 പാലങ്ങൾ, അതിൽ 65 പാലത്തിന്റെ ഉദ്ഘാടനങ്ങൾ കഴിഞ്ഞു. ഒരു ഭാഗത്ത് ഇത്തരം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പ്രവർത്തനങ്ങൾ തന്നെ മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ സ്മാർട്ട് സിറ്റി ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഭരിക്കുന്ന സന്ദർഭത്തിൽ സ്മാർട്ട് സിറ്റിയുടെ തറക്കല്ലിട്ടു. ആ തറക്കല്ലിട്ടതിന് ശേഷം 2 വർഷം ഇടതുപക്ഷം ഭരിച്ചിട്ടും ഒരു കൽക്കഷണം പോലും എടുത്തു വെക്കാൻ സാധിച്ചില്ല. 6.5 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള IT കെട്ടിടത്തിന്റെ നിർമ്മാണം ഇന്ന് പൂർത്തിയായി അത് ഉദ്ഘാടനത്തിന് റെഡിയായി നിൽക്കുകയാണ്. തീർച്ചയായും താങ്കൾ വേഗം സ്റ്റുഡിയോയിൽ എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശ്രീ ടി സിദ്ദിഖ്, ശ്രീ JR പത്മകുമാർ, സ്മാർട്ട് സിറ്റിയുടെ ഉദ്ഘാടനം 20-ാം തീയതി, ഈ മാസം 20-ാം തീയതി നടക്കുകയാണ്. ആലപ്പുഴ കൊല്ലം ബൈപ്പാസിന് വേണ്ടി 450 കോടിയാണ് ഈ സർക്കാർ മുടക്കിയിരിക്കുന്നത്. ഇവിടെ സിദ്ദിഖ് സൂചിപ്പിച്ചതുപോലെ 400 ദിവസം കൊണ്ട് 100 പാലം എന്നുള്ള നിലയിൽ 65 പാലത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്നു. ഒരു ജില്ലയിൽ ഒരു മെഡിക്കൽ കോളേജ് എന്നുള്ളതാണ് ഈ സർക്കാരിന്റെ പദ്ധതി. പുതുതായി എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജ് ആരംഭിച്ചിരിക്കുന്നു. അതിൽ വയനാട്ടിലും അതുപോലെ തന്നെ കാസർഗോട്ടും തറക്കല്ലിടൽ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. എങ്കിലും ഇത്തരത്തിൽ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതികളുടെ കാര്യത്തിൽ ഈ സർക്കാരിന്റെ മാർക്ക് എത്രയാണ്? എത്ര പോയിന്റ് കൊടുക്കും 10-ൽ? 10-ൽ 2 പോയിന്റ് പോലും കിട്ടാൻ യോഗ്യതയുള്ളൊരു ഗവൺമെന്റ് അല്ലല്ലോ. പാവപ്പെട്ട ഗവർണറെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭരണഘടനാപരമായ ഒരു ചുമതല നിർവഹിക്കാൻ ഇത്രയും ഹീനമായ ഒരു ശ്രമം UDF ഗവൺമെൻറ് അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ചെയ്യുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. അതവിടെ നിൽക്കട്ടെ. ഈ പറഞ്ഞ പാലങ്ങളെല്ലാം ഉദ്ഘാടനം ചെയ്തിട്ട് ഒരുപാട് ഉദ്ഘാടനം നടന്നിട്ടുണ്ട്. അതിലൊന്നും ആർക്കും ഒരു എതിർപ്പില്ല. നിങ്ങൾ തിരുവനന്തപുരത്തേക്ക് വന്ന് നോക്ക്. ഞങ്ങൾ തിരുവനന്തപുരത്ത് ജീവിക്കുന്നതാണ്. ഇവിടെ ഏറ്റവും വലിയ ഒരു തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയഭാഗത്താണ് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ്. അതിൻ്റെ എത്ര കോടി രൂപയാണ് ചിലവാക്കി ഉദ്ഘാടനം നടത്തിയിട്ടുണ്ട്. ഒരു ബസ്സിന് മാന്യമായി അതിനകത്ത് കയറി നിൽക്കാൻ പറ്റുമോ? ഒരാളിന് മാന്യമായി യാത്ര ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ വീണ്ടും ഇടിച്ചു പൊളിച്ച് കാര്യങ്ങൾ ചെയ്യാണ്. അതേപോലെ ഒരുപാട് ഉദ്ഘാടനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇന്നേ ഒരു ചാനലിൽ നിങ്ങൾ റിപ്പോർട്ടറാണെന്ന് എനിക്ക് തോന്നുന്നു, കൊല്ലത്ത് ഒരു ഹോസ്പിറ്റൽ ഉദ്ഘാടനം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു യൂണിറ്റ്. ഇതിൻ്റെ ആളുകൾ ചെന്ന് ഗേറ്റിൽ ചെന്ന് ഇടിച്ചിട്ട് പിരിച്ചു പോവുക, അതൊക്കെ പൂട്ടിയിട്ടൊക്കെയാണ്. ഉദ്ഘാടനമൊക്കെ നടത്തും. പിന്നെ ഈ എന്താ അടിസ്ഥാന ക്യാപിറ്റൽ വികസനമാണ് ഇദ്ദേഹം പറയുന്നത്? ഇവിടെ ഇപ്പോൾ ഗവർണർ പറഞ്ഞു കേരളം ഈ വലിയ നാഷണൽ ശരാശരിയേക്കാൾ കൂടിയിട്ടുണ്ടെന്ന്. പല സംസ്ഥാനങ്ങളും എടുത്ത് നോക്ക്, കേരളത്തിനേക്കാൾ എത്രയോ മെച്ചപ്പെട്ട അവിടുത്തെ ആഭ്യന്തര ഉൽപ്പാദനം വളർന്നിട്ടുണ്ട്, വളർച്ച നേടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ അതൊരു വലിയ കാര്യമായിട്ട് എടുക്കണ്ട. ഇവിടുത്തെ നമ്മുടെ സ്റ്റേറ്റിൻ്റെ ആഭ്യന്തര ഉൽപ്പാദനം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ 4.5 ലക്ഷം കോടിയാണ്. അതിൻ്റെ 10% കാർഷിക മേഖലയിൽ വന്നിട്ടുള്ളത്. 10% എന്ന് പറയുമ്പോൾ 45,000 കോടി രൂപയാണ് അഗ്രികൾച്ചറിൽ നിന്ന് വന്നിട്ടുള്ളത്. അതിൽ കേരളത്തിലെ അഗ്രികൾച്ചർ വളർച്ച ഇപ്പോൾ എക്കണോമിക് റിവ്യൂ രണ്ട് ദിവസം ഇന്ന് നമ്മുടെ 11-ാം തീയതി വരുമല്ലോ. അപ്പോൾ എടുത്തു നോക്കണം, ഏകദേശം 2,500 കോടി രൂപയുടെയാണ് അഗ്രികൾച്ചറിൻ്റെ കോൺട്രിബ്യൂഷൻ. ഇവിടുത്തെ ബിവറേജസിൻ്റെ അതിനേക്കാളും ഉണ്ടല്ലോ ടേൺ ഓവർ. ഒരു വർഷത്തെ 2,000 കോടി കൂടുതൽ അവർക്കുണ്ടല്ലോ. അപ്പോൾ കാർഷിക മേഖലയുടെ വളർച്ച പോയിട്ടുണ്ട്. വ്യവസായ മേഖല, ഈ കേരളത്തിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനത്തിനെ കുറിച്ച് ഒരു വാക്ക് ഈ നയപ്രഖ്യാപനത്തിൽ പറഞ്ഞിട്ടുണ്ടോ? സോണിയാഗാന്ധി വന്ന് ഉദ്ഘാടനം ചെയ്തതാണല്ലോ ഭൂരഹിത കേരളം. 3-4 ലക്ഷം ആളുകൾ 1 സെന്റ് ഭൂമിക്ക് വേണ്ടി പേര് രജിസ്റ്റർ ചെയ്തിട്ട് കാത്തിരിക്കുക ഭൂമിക്ക് വേണ്ടിയിട്ട്. എന്താ അവരുടെ കാര്യങ്ങൾ? തീർച്ചയായും മറുപടി പറയും. അതിനു മുൻപ് ശ്രീ ആനന്ദവട്ടമാനന്ദൻ, കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് ആദ്യത്തെ 4 വർഷവും അന്യസംസ്ഥാന ലോട്ടറികൾക്കായിരുന്നു ഇവിടെ അവസരമെങ്കിൽ ഈ സർക്കാർ നോക്കൂ, കഴിഞ്ഞ വർഷങ്ങളിൽ 5,450 കോടി രൂപയാണ് ലോട്ടറിയിൽ നിന്ന് വരുമാനമുണ്ടാക്കിയത് എന്നുള്ളതല്ല ഏറ്റവും പ്രധാനം. കാരുണ്യ ബെനവലന്റ് സ്കീം തുടങ്ങി പാവപ്പെട്ട ആളുകൾക്ക് ചികിത്സാ സഹായം എന്നുള്ള നിലയിൽ ഇതിൽ നിന്ന് മാത്രം 1000 കോടി രൂപ കൊടുത്തിരിക്കുന്നു. ഇങ്ങനെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ സർക്കാരുകൾ മാറി മാറി വരുമ്പോൾ പിന്തുടരാറുണ്ട്. എങ്കിലും കുറെ കൂടി നൂതനമായ വഴികൾ കണ്ടെത്തി, അതിൻ്റെ ധനസമാഹരണത്തിന് കുറെ കൂടി നൂതനമായ വഴികൾ കണ്ടെത്തി, അത് ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടില്ലേ?
ഒന്ന് പറഞ്ഞോട്ടെ, ഇവിടെ 20,000-ൽ പരം നന്മ സ്റ്റോറുകൾ വഴി 20% വില കുറച്ച് 10 ഐറ്റം വിൽക്കുന്നതെന്ന് ഈ പാവം ഗവർണറെ കൊണ്ട് പറയിക്കേണ്ട വല്ല കാര്യമുണ്ട്? ഗവർണർക്ക് പ്രത്യേക അന്വേഷണ ഏജൻസി ഉണ്ടല്ലോ, അദ്ദേഹം ഒന്ന് പോയി അന്വേഷിക്കുക. മുഴുവൻ നന്മ സ്റ്റോറും പൂട്ടിയിട്ടേക്കാണ്. അവിടെ 10 പൈസയുടെ വിൽപ്പനയില്ല. അവിടുത്തെ ജീവനക്കാരെ പിരിച്ചുവിടുകയാണ്. ഇങ്ങനെ കള്ളം പറയുന്ന പച്ച കള്ളം അച്ചടിച്ച് സുവർണകാലം ഒന്ന് ഈ ഗവർണറെ കൊണ്ട് പറയിക്കാൻ ഇട്ടുള്ള തൊലിക്കെട്ടി ഇവർക്കല്ലാതെ വേറെ ആർക്കെങ്കിലും ഉണ്ടാകുമോ? 100 പാലം 400 ദിവസം കൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നല്ലേ 4 വർഷം കൊണ്ട്. എപ്പോഴാണ് തുടങ്ങിയത് ഈ പാലമെല്ലാം? ഇടതുപക്ഷ മുന്നണിയുടെ ഗവൺമെന്റ് കാലത്ത്. ഇവർ പറയുന്ന എല്ലാ പ്രോജക്റ്റ് സ്മാർട്ട് സിറ്റി അവസാനം ഗവൺമെന്റ് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് അവസാന കാലത്താണ് അത് തറക്കല്ലിടുന്ന എല്ലാ കരാറുകളും ഡിസ്കസ് ചെയ്ത് ഒപ്പുവെച്ച് തറക്കല്ലിടുന്നത്. അതിനുശേഷം ഗവൺമെന്റ് ഇവർ വന്ന് 5 വർഷം പൂർത്തിയായി. ഒരാളിന് ഇതുവരെ പണി കൊടുക്കാൻ സാധിച്ചിട്ടില്ല. അവിടെ 66 ലക്ഷം സ്ക്വയർ ഫീറ്റ് സ്ഥലമുണ്ടാക്കേണ്ടടുത്ത് 6 ലക്ഷം സ്ക്വയർ ഫീറ്റ് സ്ഥലത്തിന്റെ പണി നടക്കുന്നതേ ഉള്ളൂ. അതിന് വാടകക്കാരെ തിരക്കണം. വല്ല രാജ്യത്ത് നിന്ന് വരുന്നവരെ ഒരെണ്ണത്തിന് പണി കൊടുത്തില്ല. അത് ഇവരുടെ അല്ലല്ലോ. അത് കണ്ണൂർ എയർപോർട്ട് 1000-കണക്കിന് ഏക്കർ സ്ഥലമെടുത്ത് റൺവേയുടെ പണിയും സകല പണിയും നടത്തിയ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് കാലത്തല്ലേ. ഇന്നും അവിടെ ഇതുവരെ പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ടോ? കാലതാമസം വരുത്തുന്നല്ലാതെ ഇവർക്ക് എന്ത് മേന്മയാ പറയാനുള്ളത്? അതുകൊണ്ട് ഇക്കാര്യത്തിൽ വികസനപ്പെടുന്നു. ഇവിടെ നേരത്തെ പത്മകുമാർ പറഞ്ഞ പോലെ കേരളത്തിലെ 10-100-ൽ പരം പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്. ഒരക്ഷരം ഈ ഗവർണർ മിണ്ടിയിട്ടില്ല. എന്തുകൊണ്ടാണ് മിണ്ടാഞ്ഞത്? അദ്ദേഹത്തോണ്ട് പറയിക്കാഞ്ഞ് അതെല്ലാം അടച്ചുപൂട്ടൽ സ്റ്റേജിലാണ്. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടത്തിലാണ് അതെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. സാമ്പത്തിക വളർച്ച 12% സാമ്പത്തിക വളർച്ച ഉണ്ടായപ്പോഴാണല്ലോ ഈ ദുരന്തം മുഴുവൻ ജനങ്ങൾ അനുഭവിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ കൃഷിക്കാരും തൊഴിലാളികളും പരമ്പരാഗത തൊഴിലാളികളും പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ തൊഴിലാളികളും അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ 1.5 ലക്ഷം IT ബിരുദമെടുത്തവരാണ്. ബിടെക് എംടെക് പാസ്സായവർ തെക്ക് വടക്ക് നടക്കുകയാണ്. ആ IT കോളേജുകൾ, എഞ്ചിനീയറിംഗ് കോളേജുകൾ 150, ഇപ്പം മെഡിക്കൽ കോളേജ് വരുന്നെന്ന് പറഞ്ഞല്ലോ, 150 എഞ്ചിനീയറിംഗ് കോളേജ് ഇവിടെ ഉണ്ടാക്കി. ഈ വർഷം 21 കോളേജിൽ പഠിക്കാൻ പിള്ളേരെ കിട്ടിയിട്ടില്ല. 0 മാർക്ക് വാങ്ങിച്ചവന് അഡ്മിഷൻ കൊടുക്കാൻ തീരുമാനിച്ചിട്ട് കഴിഞ്ഞ വർഷം 14,000 സീറ്റ് ഒഴിവ്. അതെല്ലാം ഇനി അണ്ടിയാപീസ് ഉറക്കാൻ വേണ്ടി തിരിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥയിലാണ്. പഠിച്ചിറങ്ങുന്ന പിള്ളേർക്ക് പണിയില്ല, പഠിക്കാൻ പിള്ളേരില്ല. ആ വിധത്തിലൊരു ദുരന്തമാണ് ആ വിദ്യാഭ്യാസ രംഗത്ത് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. അങ്ങനെ ഓരോ മേഖലയിലും പ്രതിപക്ഷത്തിന് അക്കമിട്ട് നിരത്താൻ കാരണങ്ങളുണ്ട്. ശ്രീ ജേക്കബ് ജോർജ്, ജനങ്ങൾ വികസനം എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം പരിഗണിക്കുക ഒരുപക്ഷെ ഈ വിസിബിൾ ആയിട്ടുള്ള വികസനമായിരിക്കുമല്ലോ. എറണാകുളംകാരെ സംബന്ധിച്ച് മെട്രോ പദ്ധതി ഇതാ ഇപ്പോൾ വരികയാണ് എന്നുള്ള ബോധ്യം ഉണ്ട്. ട്രയൽ റൺ നടന്നു കഴിഞ്ഞിരിക്കുന്നു. കണ്ണൂരുകാരെ സംബന്ധിച്ച് അതേപോലെ തന്നെയാണ്. എയർപോർട്ടിനെ കുറിച്ച് കഴിഞ്ഞ 20 വർഷമായി ചർച്ച നടക്കുകയാണ് എന്നോർക്കണം. വിഴിഞ്ഞത്ത് ഇതേമാതിരി 2 പതിറ്റാണ്ടിന് ശേഷം തറക്കല്ലിടൽ കർമ്മം നടന്ന അവിടെ ഒരു തുറമുഖം വരികയാണ് എന്ന ബോധ്യം നമ്മളെ സംബന്ധിച്ച് ഉണ്ടാകുന്നുണ്ട്. അത്തരത്തിൽ ജനങ്ങൾ നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള വൻകിട വികസന പദ്ധതികൾ ഇവിടെ യാഥാർത്ഥ്യമാവുകയാണ് എന്ന തോന്നൽ ഈ സർക്കാരിന് എന്തെങ്കിലും ആനുകൂല്യം കൊടുക്കുന്നുണ്ടോ? പക്ഷേ ആനുകൂല്യം എന്ന് പറയുന്നത് ഇത് പ്രചാരണമാണ്. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ തന്നെ പ്രചാരണം അതുതന്നെയാണ്. UDFന്റെ പ്രചാരണത്തിലേക്ക് നോക്കുകയാണെങ്കിൽ വിഴിഞ്ഞം എയർപോർട്ട്, കൊച്ചിയിലെ മെട്രോ, അതേപോലെ കണ്ണൂരിലെ വിമാനത്താവളം എന്നിങ്ങനെ സ്മാർട്ട് സിറ്റി എന്നൊക്കെ പറയുന്നു. സ്വാഭാവികമായിട്ടും അത് മുൻ ഗവൺമെന്റിന്റെ കാലത്ത് തുടങ്ങിയതാണ്. ഈ ഗവൺമെന്റിന്റെ കാലത്ത് വേറൊരു ലെവലിലേക്ക് എത്തിച്ചു. വിഴിഞ്ഞം പോർട്ട് ഈ ഗവൺമെന്റിന്റെ കാലത്താണ് അത് കൊട്ടേഷൻ കൊടുത്തതും ഒപ്പുവെച്ചതും. ഈ ഗവൺമെന്റിന്റെ അടിസ്ഥാനപരമായ ഒരു ലക്ഷ്യം എന്ന് തന്നെ ഒരു വശത്ത് വൻകിട പദ്ധതികൾ കൊണ്ടുവരിക, കേരളത്തിന്റെ മുഖച്ഛായ മാറ്റുക, അതോടൊപ്പം സാധാരണ ഇടയിലേക്ക് വികസനം കൊണ്ടുവരിക. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഒരു കാഴ്ചപ്പാട് മുഖ്യമന്ത്രിയാണെങ്കിൽ തന്നെ ഒത്തിരി പാവപ്പെട്ടവർക്ക് വ്യക്തിപരമായിട്ട് അദ്ദേഹം സഹായം ചെയ്തു. അവരുടെയൊക്കെ അതൊക്കെ വോട്ടായിട്ട് മാറും എന്ന് തന്നെയാണ് അദ്ദേഹം വിചാരിക്കുന്നത്, അദ്ദേഹത്തിന്റെ കൂടെയുള്ളവർ വിചാരിക്കുന്നത്, കോൺഗ്രസ്സുകാർ വിചാരിക്കുന്നത്. പിന്നീട് ഉള്ളത് ഭാഗ്യക്കുറി വഴി ക്യാൻസർ രോഗികൾക്കും മറ്റ് രോഗികൾക്കുമൊക്കെ സഹായം, അതും വ്യക്തികളെ സഹായിക്കുന്നതാണ്, സംശയമില്ല. ഇതൊക്കെ ഒരു വശത്ത് കൊള്ളാം. പക്ഷേ കേരളത്തിന്റെ വികസനത്തെക്കുറിച്ച് ഒരു വലിയ സമഗ്രമായ കാഴ്ചപ്പാടോടുകൂടി പ്രവർത്തിക്കുന്നതിൽ ഗവൺമെന്റ് പരാജയപ്പെട്ടു. കാരണം ആ പരാജയത്തിന് കാരണം ഗവൺമെന്റിന് മേലെ പുരണ്ട കരി തന്നെയാണ്. അതിന്റെ മേലെ അതിന് നേർക്കുണ്ടായ ആരോപണങ്ങൾ. ഈ ആരോപണങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും മെച്ചപ്പെട്ട പ്രകടനം. നമുക്കറിയാമല്ലോ, അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിന് ശേഷം സരിതാ നായർ വിവാദം കെട്ടടങ്ങിയിട്ടാണ് അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് വന്നത്. ആ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ഇടതുമുന്നണിയുടെ മുറയിൽ പോലും നഷ്ടപ്പെട്ട ഒരു സമയം.
അപ്പോൾ ഇതാ ഗവൺമെന്റ് വീണ്ടും ഒരു ഭരണ തുടർച്ചയിലേക്ക് കടക്കുന്നു എന്നൊരു സംസാരം കേരളത്തിൽ പരക്കെ ഉണ്ടായി, തിരുവനന്തപുരത്ത് മാത്രമല്ല. അങ്ങനെ ഉണ്ടായ ഒരു സാഹചര്യം ഇടതുപക്ഷ മുന്നണി ഇനി ഞങ്ങൾക്ക് രക്ഷയില്ല എന്നുള്ള മട്ടിലേക്ക് ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയ സമയം, ഇടതുപക്ഷ മുന്നണി അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയ സമയം, അവിടെ നിന്നാണ് മാസങ്ങൾ കഴിഞ്ഞതേ ഉള്ളൂ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. പിന്നീട് ഇങ്ങോട്ട് ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾ, ബാർക്കോഴ, സരിതയുടെ 2ാം എപ്പിസോഡ്, ഇതൊക്കെ വന്നപ്പോഴത്തേക്ക് വീണ്ടും ഗവൺമെന്റിന്റെ പ്രതിച്ഛായ നശിക്കുകയാണ്. ഇതൊക്കെ ആകത്തുക ഒരു വശത്ത് വൻ പദ്ധതികൾ, മറുവശത്ത് ആരോപണങ്ങൾ. ജനങ്ങൾ തീർച്ചയായിട്ടും ജനങ്ങൾ ഇതിൽ ഏതിനാണ് പ്രാമുഖ്യം കൊടുക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ വിധി നിർണ്ണയിക്കുക. ശ്രീ JR പത്മകുമാർ, നമുക്കറിയാവുന്നതുപോലെ ആരോപണങ്ങൾ അന്തരീക്ഷത്തിലുണ്ട്. അതിൻ്റെ ശരിതെറ്റുകൾ വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തമാവുകയും ചെയ്യും. പക്ഷേ ജനങ്ങളെ സംബന്ധിച്ച് കൂടുതൽ പ്രാമുഖ്യം വരിക ആരോപണത്തിനായിരിക്കുമോ, സർക്കാരിനെ സംബന്ധിച്ച് ചെയ്യാൻ കഴിഞ്ഞതും കഴിയാതിരുന്നതുമായ കാര്യങ്ങൾക്കായിരിക്കുമോ? 18 വയസ്സുവരെയുള്ള ക്യാൻസർ രോഗികളെ സംബന്ധിച്ച് സുകൃതം എന്ന പദ്ധതി വഴി ഈ സർക്കാർ സൗജന്യമായി ചികിത്സ നൽകുന്നു. അതുപോലെ തന്നെയാണ് കോക്ലിയർ ഇംപ്ലാന്റ് പദ്ധതി. ഈ ചെവി കേൾക്കാത്ത കുട്ടികളായ ആളുകൾക്കുള്ള ശസ്ത്രക്രിയ സർക്കാർ ചെലവിൽ നടത്തി കൊടുക്കുന്നു. ഇങ്ങനെ നേരിട്ട് അനുഭവിക്കാൻ കഴിയുന്ന കാര്യങ്ങൾക്ക് കൂടുതൽ മുൻതൂക്കം ലഭിക്കില്ലേ? അല്ല, ഇതല്ല, അത് ഒരു ഗവൺമെന്റ് കടമ എന്താ? ആ ഗവൺമെന്റ് കടമ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് ബാധ്യസ്ഥരാണ്. അതാണ് അവരുടെ കടമ. അത് ചെയ്യുന്നു എന്നുള്ളത് ശരി തന്നെ. പക്ഷെ അതോടൊപ്പം തന്നെ കേരളത്തിലൊരു പ്രത്യേകതയുണ്ട്. അവർ പട്ടിണി കിടന്നാലും ഈ അഴിമതിയെ വെച്ച് പുറപ്പിക്കുന്ന ഒരു രീതി കേരളത്തിലില്ല. നമുക്കറിയാലോ, എപ്പോഴും അത് തന്നെയാണ്. ഈ അഴിമതിക്കെതിരായിട്ടുള്ളൊരു പ്രതികരണം ഉണ്ടാവും. ഇപ്പോൾ ഈ പറയുന്നതെല്ലാം ഇപ്പോൾ ജേക്കബ് ജോർജ് പറഞ്ഞതുപോലെ ഒരു ഇലക്ഷൻ പ്രചരണം എന്നല്ലാതെ ഇതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? ഒരു കാര്യവും നടന്നിട്ടില്ല. ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി മാത്രം നിങ്ങളെടുത്ത് നോക്കുക. ഏറ്റവും സാധാരണക്കാരുടെ, കേരളത്തിലെ ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് മാറ്റുന്ന, അവരെ ഒരു നേരമെങ്കിലും ആഹാരം കഴിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്ത തൊഴിലുറപ്പ് പദ്ധതി കേരളത്തിൽ എന്താ ചെയ്തിട്ടുള്ളത്? 2013-14 100 ദിവസം തൊഴിൽ കിട്ടിയത് 1 ലക്ഷത്തിൽ കൂടുതൽ കുടുംബങ്ങൾക്കുണ്ടായിരുന്നു. 2014-15 ആയപ്പോഴത്തേക്ക് അത് 98,000 ആയി കുറഞ്ഞു. ഇപ്പോൾ 40,000 കുടുംബങ്ങൾക്കാണ്. ഇനി 2 മാസമേ ഉള്ളൂ. എത്ര കിട്ടും? അപ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായി ഏറ്റവും പാവപ്പെട്ട ജനങ്ങൾക്ക് കിട്ടുന്ന ഒരു ആനുകൂല്യം പോലും കാര്യക്ഷമമായി നടപ്പിൽ വരുത്താൻ ഈ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടുണ്ടോ? ഒരു കാര്യത്തിലും ഈ ഗവൺമെന്റ് മുന്നോട്ട് പോയിട്ടില്ല. തൊഴിലില്ലായ്മ പ്രശ്നം പരിഹരിക്കാൻ, വ്യാവസായിക വളർച്ച, ഇപ്പോൾ നമ്മുടെ മൊത്തം കേരളത്തിന്റെ ആഭ്യന്തര വളർച്ചയെക്കുറിച്ച് പറയുമ്പോൾ ഉണ്ടാകുന്ന വളർച്ച അഗ്രികൾച്ചറൽ വളർച്ച ഉണ്ടാവില്ല, നമ്മുടെ മാനുഫാക്ചറിംഗ് സെക്ടറിൽ വളർച്ച ഉണ്ടാവില്ല. ആകെ ഉണ്ടാകുന്നത് സർവീസ് സെക്ടറിലാണ്. അതെന്തുകൊണ്ടാണ്? കേരളത്തിൽ ജനസംഖ്യയേക്കാൾ ഇരട്ടി മൊബൈൽ കണക്ഷൻ ഉണ്ട്. അപ്പോൾ ആ മേഖലയിൽ, ടെലികമ്മ്യൂണിക്കേഷൻ മേഖലയിൽ കുറേ വളർച്ച വരുമ്പോൾ അതെല്ലാം ഇവിടുത്തെ വളർച്ചയായിട്ട് എടുത്തു കാണിച്ചുകൊണ്ട് യഥാർത്ഥ വസ്തുത ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ പിന്നെ കാരുണ്യ പദ്ധതി ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഈ കാരുണ്യ പദ്ധതി കൊണ്ട് കുറച്ച് ആളുകൾക്ക് ഗുണമുണ്ടാക്കില്ല. ഇതിൻ്റെ യഥാർത്ഥ ഗുണഭോക്താക്കൾ ആരാ? ചില സ്വകാര്യ ഹോസ്പിറ്റലുകളല്ലേ? ഈ 1000 കോടി രൂപ കേരളത്തിലെ ജില്ലാ ഹോസ്പിറ്റലുകളും സർക്കാർ മെഡിക്കൽ ഹോസ്പിറ്റലിലെയും അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുണ്ട് ഉപയോഗപ്പെടുത്തിയിരുന്നെങ്കിൽ എന്തുമാത്രം ആളുകൾക്ക് ഇതിൻ്റെ ഗുണമുണ്ടാകുമായിരുന്നു. അപ്പൊ അതൊന്നും ചെയ്യാതെ ചില പ്രത്യേക താല്പര്യങ്ങൾ വെച്ചുള്ള പദ്ധതികളാണ്. ശരി, അതാണ് താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി, കേരളത്തിൽ പച്ചക്കറി സ്വയം പര്യാപ്തതയെ സംബന്ധിച്ച് പച്ചക്കറി ഉൽപാദനം വലിയ തോതിൽ വർദ്ധിച്ചു. ജൈവ പച്ചക്കറിയുടെ ഉൽപാദനം കൊണ്ട് കേരളം സ്വയം പര്യാപ്തമാകാൻ പോകുന്നു. 1 വർഷം കൂടി കഴിയുമ്പോഴേക്ക് ഇക്കാര്യത്തിൽ, ഈ ജൈവ പച്ചക്കറിയുടെ കാര്യത്തിൽ, ജൈവ ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ നമ്മൾ സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്കൊക്കെ വരുമെന്ന് പറയുമ്പോൾ ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണ്? ഇവിടെ പച്ചക്കറി ഉൽപ്പാദനം വലിയ തോതിൽ കൂടിയിട്ടുണ്ട് എങ്കിൽ വിവിധ രാഷ്ട്രീയ കക്ഷികളും സന്നദ്ധ സംഘടനകളും ഒക്കെ അത് ക്യാമ്പയിനായി ഏറ്റെടുത്തുകൊണ്ട് കൃഷി ചെയ്യുന്ന ഒരു സംസ്കാരം ഇവിടെ വളർന്നു വന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതിനപ്പുറത്ത് സർക്കാർ എന്തെങ്കിലും ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് സർക്കാരിൻ്റെ ഭാഗമായി എന്തെങ്കിലും ചെയ്തിട്ടാണോ ഇതൊക്കെ? ഞാനതിലേക്ക് മറുപടി പറയാം. അതിനു മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒന്ന് വിശദീകരണം ഇവിടെ കൊടുക്കേണ്ടതുണ്ട്. JR പത്മകുമാർ അവസാനിപ്പിച്ചത് കാരുണ്യ ഡെവലപ്മെന്റ് ഫണ്ട് പിന്നെ ആശുപത്രികൾക്ക് സഹായമായി, ജനങ്ങൾക്ക് സഹായമായില്ല. ഈ ന്യായം തന്നെ പറഞ്ഞുകൊണ്ട് ക്യാൻസർ രോഗികൾ, ഹീമോഫീലിയ, അതുപോലെ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുന്ന രോഗികൾ, മാരകമായ 7 അസുഖങ്ങൾക്കാണ് 2.5 ലക്ഷം വരെ കൊടുക്കുന്നത്. അത് മുഴുവൻ വാങ്ങിയത് ഇവിടെയുള്ള പാവപ്പെട്ടവരും ചികിത്സ തേടാൻ പ്രയാസപ്പെടുന്നതുമായിട്ടുള്ള ആളുകളാണ്. കേരളത്തിൽ വിതരണം ചെയ്തത് 1200 കോടി രൂപയാണ് കേരളത്തിൽ വിതരണം ചെയ്തത്. എത്ര രോഗികൾക്കെന്ന് ചോദിച്ചാൽ 1,12,000 പരം രോഗികൾക്കാണ് ഇത് വിതരണം ചെയ്തത്.
ഒന്നാമത്തെ കാര്യം. ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് മറുപടി ശ്രീ ആനത്തലവട്ടം പറഞ്ഞില്ല. ആനത്തലവട്ടം, നിങ്ങൾ ലോട്ടറി നടത്തിയപ്പോ അത് കൊണ്ടുപോയത് സാന്റിയാഗോ മാർച്ചിനാണ്. അച്യുതാനന്ദനെ കത്തയച്ച് ഞങ്ങൾ ലോട്ടറി കേരളത്തിൽ പണമുണ്ടാക്കി ആ പണം മുഴുവൻ കേരളത്തിലെ പാവങ്ങൾക്ക് മരുന്ന് വാങ്ങാനും ചികിത്സ തേടാനും എത്തിച്ചു കൊടുക്കുക. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് നിങ്ങൾ ഭരിച്ചപ്പോൾ കേരളത്തിൽ കൊടുത്തത് 44 കോടി രൂപയാണ്. ഞങ്ങൾ കൊടുത്തത് 582 കോടി രൂപയാണ്. സൗജന്യ ക്യാൻസർ ചികിത്സയാണ് കേരളത്തിൽ. 280 കോടിയുടെ സുഹൃതം പദ്ധതി. കൂട്ടിരിപ്പുകാർക്ക് ഇന്ത്യൻ ചരിത്രത്തിലാദ്യമായി പെൻഷൻ പ്രഖ്യാപിച്ച് നൽകുന്ന ഗവൺമെന്റാണ് കേരളത്തിലെ ഗവൺമെന്റ്. പിന്നെ നിങ്ങൾ ചോദിച്ചു ഒരു തെങ്ങിൽ നിന്ന് ഒരു 2500 രൂപ കിട്ടുന്നുണ്ടോ എങ്കിൽ ഞാൻ ഈ പണി അവസാനിപ്പിക്കാം എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു. അവസാനിപ്പിക്കേണ്ടി വരും. നീര കർഷകർക്ക് ഇന്ന് ലഭിക്കുന്ന തുക 1000 രൂപ മുതൽ ഒരു തെങ്ങിൽ നിന്ന് 6000 രൂപ വരെ കിട്ടുന്നു. വേണമെങ്കിൽ എന്റെ നാടായ കോഴിക്കോട്ട് കുറ്റ്യാടിയിലെ ഏതെങ്കിലും സഖാക്കന്മാരോട് ചോദിച്ചാൽ മതി. നീര പ്ലാന്റേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനത്തിൽ പങ്കാളികളായ ആളുകളോട് ചോദിച്ചാൽ ഞങ്ങൾ ചരിത്രത്തിൽ ആദ്യമായി 100 വർഷം നീണ്ട അബ്കാരി ആക്ട് ഭേദഗതി ചെയ്താണ് അത് പൂർത്തീകരിച്ചത്. പിന്നെ അവിടെ ചോദിച്ചു സീറോ ലാൻഡ് സ്റ്റേറ്റ് പദ്ധതി എവിടെ വരെ എത്തി. ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായി കണ്ണൂർ, കാസർഗോഡ്, ഇടുക്കി 3 ജില്ലകൾ ഭൂരഹിതരില്ലാത്ത കേരളമായി മാറി എന്നുള്ളത് മാത്രമല്ല, കേരളത്തിലെ എല്ലാ ജില്ലകളിലും ആ പ്രവർത്തനം പൂർത്തീകരിച്ചു വരുന്നു. ഇന്ന് കേരളത്തിലെ ആയിരക്കണക്കിന് ആളുകൾക്ക് ഞങ്ങൾ ഭൂമി കൊടുത്തു. നിങ്ങൾ ഭരിച്ചപ്പോഴും ഭൂമി കൊടുത്തിട്ടുണ്ട്. അച്യുതാനന്ദന്റെ സ്വന്തം മരുമകനായിട്ടുള്ള അതൊക്കെ വേറെ കാര്യങ്ങൾ. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ഭൂരഹിതരില്ലാത്ത കേരളം പദ്ധതി വഴി ഭൂമി കൊടുത്തു എന്നുള്ള അവകാശവാദം, എല്ലാവർക്കും വീട് പദ്ധതി നടപ്പാക്കുകയാണ്, ഈ വർഷം 75,000 പേർക്ക് കൂടി നൽകും എന്ന് പറയുന്നു. എന്ന് മാത്രമല്ല ഇവിടെ സൂചിപ്പിക്കുന്നത്, നയപ്രഖ്യാപനത്തിൽ സൂചിപ്പിക്കുന്നത് കയർ തൊഴിലാളികൾക്ക് കടാശ്വാസ പദ്ധതി, ഒപ്പം എല്ലാ വിഭാഗങ്ങൾക്കുമുള്ള ക്ഷേമ പെൻഷനുകളിൽ കഴിഞ്ഞ നാളുകളിൽ വരുത്തിയ വർധന. അത് കൊടുക്കാൻ പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ടിട്ട് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായതുകൊണ്ട് പൂർണ്ണമായും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് കഴിഞ്ഞിട്ടുണ്ടാവില്ല. എങ്കിൽ പോലും അത് വർദ്ധിപ്പിച്ച കാര്യം, ഇങ്ങനെയുള്ള സാമൂഹ്യ ക്ഷേമ പദ്ധതികളാണ് ഈ സർക്കാർ എടുത്തു കാണിക്കുക. എല്ലാ പെൻഷൻ, സാമൂഹ്യക്ഷേമ പെൻഷനുകൾ, തൊഴിലാളികൾക്കുള്ള പെൻഷൻ 500 രൂപ വരെ കൊടുത്തിട്ടാണ് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് പോയത്. ഈ 5 വർഷത്തിനിടയിൽ 100 രൂപയുടെ വർധനമാണ് ഇവരുണ്ടാക്കിയത്. ആ ഗവൺമെന്റ് പറഞ്ഞു ഞങ്ങളാണ് തുടർന്ന് വരുന്നെങ്കിൽ 1000 രൂപയായി പെൻഷൻ വർദ്ധിപ്പിക്കും. ഇവരാകെ 100 രൂപയായിട്ടാണ് വർദ്ധിപ്പിച്ചത്. മറ്റൊരു കാര്യം ഇവിടെ പറഞ്ഞ ഈ കാരുണ്യ പദ്ധതിയൊക്കെ പറയുന്നുണ്ടല്ലോ, ഈ ലോട്ടറി കൊണ്ടുവന്നത് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് കാലത്താണ്. അന്ന് ശ്രീ കെ എം മാണി ഇപ്പൊ കാരുണ്യ പദ്ധതിയെക്കുറിച്ച് വലിയ ഘോരഘോരം പ്രസംഗിക്കുന്നല്ലോ. അന്ന് അദ്ദേഹം പറഞ്ഞത് ഇത് ചൂതുകളിയാണ്, ഇനി പെണ്ണുങ്ങളെ കച്ചവടം നടത്തുകയും ചെയ്യും അവർ. ആര്? ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ്. അന്ന് പറഞ്ഞ ആക്ഷേപിച്ച കെ എം മാണിയാണ് ഇപ്പൊ ആ ലോട്ടറിയെ കുറിച്ച് മഹത്തരം പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ആ ലോട്ടറിയിലുള്ള നിങ്ങൾ പറഞ്ഞ 1200 കോടി രൂപ കാരുണ്യ പദ്ധതി അനുസരിച്ച് സഹായം കൊടുത്തെന്ന്. 1,70,000 കോടി ഈ കേരളത്തിന് നിങ്ങൾ ഇപ്പൊ പെറ്റിട്ട കുഞ്ഞിനടക്കം ജാമ്യം നിർത്തി കടം വാങ്ങിച്ചിരിക്കുന്നത്. ആ കാശ് എന്ത് ചെയ്ത്? അതിൽ 1200 കോടി ഇവിടെ കൊടുത്തെന്ന് പറഞ്ഞാൽ മതിയോ? ആ കാശ് എന്തിനു വിനിയോഗിച്ചു? അതിന്റെ പേരിൽ ഇവിടെ ബാക്കി കൊടുക്കാനുള്ളവർക്കൊന്നും കൊടുക്കാതിരിക്കുന്നു. ഇപ്പോഴും 7,000 കോടി രൂപ കരാറുകാരന് കൊടുക്കാനുണ്ട്. പുതിയ ഗവൺമെന്റ് വന്ന് വേണം കൊടുക്കാൻ. മറ്റും ജീവനക്കാർക്ക് കൊടുക്കാനുള്ള കാശ് കൊടുക്കുന്നില്ല, ക്ഷേമപദ്ധതി കൊടുക്കുന്നില്ല. ഈ വാങ്ങിക്കൂട്ടിയ കടമത്ര എന്ത് ചെയ്തെന്ന് എന്റെ സിദ്ദിഖിനൊന്ന് പറയാമോ? ആ കടബാധ്യം മുഴുവൻ കേരളം താങ്ങണ്ടേ? ഇവിടെ മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിക്കട്ടെ. ഗവർണർ കൊണ്ട് പ്രസംഗിപ്പിച്ചിരിക്കുകയാണ് വിമൻ എന്റർപ്രണേഴ്സിന് പ്രോത്സാഹനം, വനിതാ സംരംഭകർക്ക്, അവരെയൊക്കെ വിദ്യാഭ്യാസമുള്ള യുവതികൾക്ക്. എന്റെ ഗവർണറെ കൊണ്ട് ഞാൻ മൂക്കത്ത് വിരൽ വെച്ച് പോയി. സരിത എന്ന് പറഞ്ഞൊരു പെണ്ണൊരു വിമൻ എന്റർപ്രണറായിരുന്നല്ലോ, ഇവിടെ വന്നൊരു പദ്ധതി തുടങ്ങി. സരിതയെ സരിതയുടെ അനുഭവം കണ്ട് ഏതെങ്കിലും വിദ്യാഭ്യാസമുള്ള യുവതികൾ ഇനി ഇവിടെ ഒരു സംരംഭം തുടങ്ങാൻ വരുമോ? എന്റെ സിദ്ദിഖ്, ഏതെങ്കിലും യുവതികൾ നാണം കെടുത്തിയില്ലേ നിങ്ങൾ? വനിതാ സംരംഭകരുടെ യുവാക്കള് ആണുങ്ങളാരെങ്കിലും ഇനി വരുമോ? എന്താ ഇന്നെല്ലാം വന്നിരിക്കുന്ന വെളിപ്പെടുത്തൽ? മുഖ്യമന്ത്രിയുടെ ആഫീസ് എന്റെ സിദ്ദിഖ് നേരത്തെ പറയുമായിരുന്നു സർക്കാരിന്റെ കാലയുടെ നഷ്ടം വരുത്താത്ത ഒരു കേസാണ് ഈ സോളാർ കേസ്. ശരി, നമ്മുടെ വിഷയം പക്ഷേ അതല്ലാത്തതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. ഇതാണ് കേരളത്തിലെ അവസ്ഥ എന്ന് പറയുമ്പോൾ നമുക്ക് നിക്ഷേപം വന്ന കാര്യം പറയാമല്ലോ. ഇവിടെ LDF സർക്കാരിന്റെ കാലത്ത് ഉണ്ടായിരുന്ന തടസ്സങ്ങളൊന്നും ഞങ്ങൾ ഭരിക്കുമ്പോഴില്ല എന്നാണല്ലോ അവകാശവാദം. കേരളത്തിലേക്ക് വന്ന നിക്ഷേപം എത്ര? കേരളത്തിലേക്ക് അതുമൂലം വന്ന പദ്ധതികൾ എത്ര? അതിന്റെ ഗുണഭോക്താവ് ആരാണ്? ഒന്ന്, കേരളത്തിൽ ഉമ്മൻചാണ്ടി നേരത്തെ മുഖ്യമന്ത്രിയായിരുന്ന സന്ദർഭത്തിൽ കൊണ്ടുവന്ന ഒരു സ്വപ്ന സമാനമായിട്ടുള്ള പദ്ധതിയായിരുന്നു 99,000 ആളുകൾക്ക് ജോലി കൊടുക്കും എന്ന് പറഞ്ഞ സ്മാർട്ട് സിറ്റി. അന്ന് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായ അച്യുതാനന്ദൻ പറഞ്ഞത് അത് റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ്, ഒരു കാരണവശാലും
അവർക്ക് നൽകാൻ പറ്റില്ല എന്ന് തീരുമാനിച്ചു. അതിനെ തുടർന്ന് പിന്നീട് അദ്ദേഹം വലിയ കോലാഹലം ഉണ്ടാക്കി, ബഹളം ഉണ്ടാക്കി. പക്ഷേ അദ്ദേഹം തറക്കല്ലിട്ടു. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ എത്ര വളരെ മോശമായിട്ടാണ് കള്ളം പറയുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. അദ്ദേഹം പറഞ്ഞത് അച്യുതാനന്ദൻ പോകുന്നതിന്റെ അവസാന സമയത്ത് തറക്കല്ലിട്ടു. ശ്രീ ആനത്തലവട്ടം, ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആകുമ്പോ നിങ്ങൾ പ്രതിപക്ഷത്ത് മുഖ്യമന്ത്രി അച്യുതാനന്ദനായിരുന്ന സന്ദർഭത്തിൽ 2 തവണ ഞാൻ തന്നെ ആ നിങ്ങളിട്ടതായ തറക്കല്ലിന്റെ മുകളിൽ ഞങ്ങൾ പോയി പുഷ്പചക്രം അർപ്പിച്ചിട്ടുണ്ട് അനുശോചനത്തിന്. നിങ്ങൾ 3 കൊല്ലം അടയിരുന്നു, ഒരു കല്ലെടുത്ത് വെക്കാതെ. അല്ല, ആ ഒരൊറ്റ കാര്യമാണോ ടി സിദ്ദിഖ് ഉള്ള അവകാശവാദം? ഒന്ന്, നിങ്ങളിപ്പോൾ 5 വർഷമായല്ലോ ഭരിക്കുന്നു. സ്മാർട്ട് സിറ്റിയുടെ 1ാം ഘട്ടമേ ഏറ്റവും ഒടുവിൽ കിതച്ച് എത്തി ഉദ്ഘാടനം ചെയ്യുന്നുള്ളൂ എന്ന് മാത്രമല്ല, അത് എത്ര സ്ക്വയർ ഫീറ്റിന്റെ കെട്ടിടമാണ്? നിങ്ങൾ ഈ വിഭാവനം ചെയ്യുന്ന 99,000 പേർക്ക് ജോലി കൊടുക്കുമെന്ന് ഏത് കമ്പനിക്കാണ് അവിടെ വരുന്ന ആർക്കാണ് അവകാശവാദം പറയാൻ കഴിയുക? ആദ്യഘട്ടത്തിൽ പരമാവധി അതിന് നടന്നു കഴിഞ്ഞാൽ തന്നെ 5,000 പേർക്ക്, അതിൽ തന്നെ എത്ര കമ്പനി വരുമെന്നറിയില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥിതിവിശേഷത്തെയാണോ വലിയ ഇൻവെസ്റ്റ്മെന്റ് വന്നു എന്ന് പറയുന്നത്? അല്ല, നിങ്ങൾ ആലോചിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രതിപക്ഷത്തിന്റെ നിസ്സഹകരണം മൂലം, പ്രക്ഷോഭം മൂലം കേരളത്തിന് നഷ്ടപ്പെട്ട പദ്ധതികൾ ചെറുതല്ല. അതിൽ ഈ സ്മാർട്ട് സിറ്റി പദ്ധതി ആദ്യം വിഭാവനം ചെയ്തത് കൊച്ചിയിലും, 2ാമത്തെ പദ്ധതിയായിരുന്നു ദുബായ് ആൻഡ് ടീകോംസ് ആൻഡ് സോണൽ അതോറിറ്റിയുടെ 2ാമത്തെ സ്ഥാപനമായിരുന്നു മാൾട്ട. പക്ഷേ ആദ്യത്തെ പദ്ധതി വിഭാവനം ചെയ്ത കൊച്ചിയിൽ ഇവരുടെ സമീപനം മൂലം ഉണ്ടാക്കാൻ പറ്റിയില്ല എന്നുള്ളത് മാത്രമല്ല, മാൾട്ടയിൽ അവർ 2ാമത് വിഭാവനം ചെയ്തത് ഫുൾ സ്വിംഗ് തുടങ്ങി, അത് ഫുൾ ഒക്യുപ്പൈഡ് ആയി, ടാർഗറ്റ് അച്ചീവ് ചെയ്തു. ആരാ അതിന് ഉത്തരവാദികൾ? ഞാൻ ചോദിക്കുന്നു. നോക്കിയ പവർ ബ്രാൻഡ് കമ്പനി കേരളത്തിലേക്ക് വരുമ്പോൾ പ്രക്ഷോഭം നയിച്ചു. BMW കാർ കമ്പനി വരുമ്പോൾ ഇവിടെ പ്രക്ഷോഭം നയിച്ചു. ഇവരുടെ ഹർത്താൽ മൂലം, ഇവരുടെ നിസ്സഹകരണം മൂലം കേരളത്തിലേക്ക് വന്നതായിരിക്കുന്ന എത്ര കമ്പനികളാ ഇവിടെ നിന്ന് പുറന്തിരിഞ്ഞു പോയത്? ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, കേരളത്തിലേക്ക് ഇനി നിക്ഷേപം വരാൻ പോകുന്നില്ല, സംരംഭകർ വരാൻ പോകുന്നില്ല എന്ന് താങ്കൾ സൂചിപ്പിച്ചു. LDF ഭരിച്ച കാലത്ത് എന്തായിരുന്നു അവസ്ഥ? അസോച്ചത്തിന്റെ പട്ടിക പ്രകാരം കേരളം അന്ന് നിക്ഷേപ സൗഹൃദ അന്തരീക്ഷത്തിന്റെ കാര്യത്തിൽ 27ാം സ്ഥാനത്തായിരുന്നു. IT കയറ്റുമതിയിൽ നമ്മൾ തമിഴ്നാട്, കർണാടകം, ആന്ധ്രാപ്രദേശ് പോലെയുള്ള നമ്മുടെ അയൽ സംസ്ഥാനങ്ങളുമായി എത്ര പിന്നിലാണ് എന്ന് വിശദീകരിച്ചത് കേരള പഠന കോൺഗ്രസിന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ പിണറായി വിജയനാണ്. ആ നിലയിലായിരുന്നു. ഇപ്പോൾ ഈ അവസ്ഥയിൽ കുറേയൊക്കെ മാറ്റം വരുന്നില്ലേ? അത് IT മേഖല ഈ ഇന്ത്യയിൽ ആദ്യം IT സ്ഥാപനം കൊണ്ടുവന്ന ഈ കേരളത്തിലാണ്. ടെക്നോ പാർക്ക് നയനാരുടെ കാലത്ത്, കെൽട്രോൺ, KPP നമ്പ്യാർ, ഇലക്ട്രോണിക്സ് വ്യവസായ രംഗത്ത് ഇന്ത്യ വരാതിരുന്നപ്പോൾ കൊണ്ടുവന്നത് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് ഭരിച്ച കാലത്താണ്. അങ്ങനെ കൊണ്ടുവന്ന ആ സ്ഥാപനത്തെ പിന്നെ UDF വരുമ്പോൾ അതിനെ ഇല്ലാതാക്കുമായിരുന്നു. ഇവിടെ എൻ്റെ സ്നേഹിതൻ സിദ്ദിഖ് നേരത്തെ പറയുണ്ടായല്ലോ സ്മാർട്ട് സിറ്റിയെക്കുറിച്ച്. സ്മാർട്ട് സിറ്റിക്ക് വേണ്ടി ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കരാറുണ്ടാക്കി ആ കരാറിൽ നിന്ന് ഞങ്ങൾ പിന്മാറി, ശക്തിയെ എതിർത്തു. എന്തായിരുന്നു ആ കരാറ്? ഈ സർക്കാരിന്റെ കീഴിലുള്ള 24,000 ആളുകൾ പണിയെടുക്കുന്ന ഇൻഫോ പാർക്ക് ടീകോമിന് കൊടുക്കണം, സ്മാർട്ട് സിറ്റിക്കാർക്ക്. തൃശ്ശൂരിൽ വേറെ ഇൻഫോ പാർക്ക് വരാൻ പാടില്ല, എറണാകുളത്ത് പാടില്ല, കോട്ടയത്ത് പാടില്ല. ഇതിന്റെ മൊണോപ്പൊളിയായി ടീകോം കമ്പനി കൊടുക്കണമെന്ന് പറഞ്ഞു. സാധിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കുറെ കാലം ചർച്ച നീണ്ടുപോയി. അവസാനം ടീകോം അത് കരാറിൽ ഒപ്പുവെക്കാൻ നിർബന്ധമായി. 246 ഏക്കറാണല്ലോ ഇപ്പൊ അവിടെ എടുത്തിരിക്കുന്നത്. ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് കാലത്താണല്ലോ അത് എടുത്തു കൊടുത്തത്. അന്ന് 250 ഏക്കർ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചു, കൊടുക്കില്ല എന്ന് പറഞ്ഞു. ഒരു തോടിനിപ്പുറത്ത് കിടന്ന 4 ഏക്കർ സ്ഥലം കൂടി കൊടുക്കണം. എന്തിനാണ് വാശി പിടിച്ചത്? 250 ഏക്കറായാൽ സെൻട്രൽ സെസ്സിൽ വരും. 30% ഭൂമി നേരത്തെ സിദ്ദിഖ് പറഞ്ഞ പോലെ റിയൽ എസ്റ്റേറ്റ് ബിസിനസിന് വേണ്ടി ടീകോം കമ്പനിക്ക് വിനിയോഗിക്കാം. അത് സമ്മതിച്ചില്ല VS അച്യുതാനന്ദൻ. ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് 246 തന്നെ നിന്നു. ഉമ്മൻചാണ്ടി ഇപ്പൊ വന്ന 4 ഏക്കർ കൂടെ കൊടുത്തു. അച്യുതാനന്ദൻ ഉണ്ടാക്കിയ കരാറനുസരിച്ച് 12% ഭൂമി മാത്രമേ അതർ പർപ്പസിന് വിനിയോഗിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. ഇപ്പൊ 30% ഭൂമി, 75 ഏക്കർ ഭൂമി എറണാകുളത്തെ പൊന്നിന്റെ വിലയുള്ള ആ സ്ഥലം ടീകോം കമ്പനിക്കാരന് റിയൽ എസ്റ്റേറ്റ് ബിസിനസിന് വിട്ടുകൊടുത്ത് കരാറുണ്ടാക്കിയതാണ് സിദ്ദിഖിന്റെ ഗവൺമെന്റ് ഉണ്ടാക്കിയിരിക്കുന്ന കരാർ. എന്നിട്ട് തന്നെ 90,000 പേർക്ക് ജോലി കൊടുക്കണമെന്ന് VSന്റെ കാലത്ത് എഗ്രിമെന്റ് ഉണ്ടാക്കി. അതിനുവേണ്ടി 66 ലക്ഷം സ്ക്വയർ ഫീറ്റ് സ്ഥലം കെട്ടിടം പണിയണം. ഇവിടെ 6 ലക്ഷം ഉണ്ടാക്കിയിരിക്കാണ്. അതിന് തന്നെ ഇതുവരെ വാടകക്കാരെ കിട്ടിയിട്ടില്ല. ശരി, അതാണ് താങ്കൾ സൂചിപ്പിക്കുന്നത്. ഏതെങ്കിലും കമ്പനി തുടരുക ശ്രീ ആനത്തലവട്ടം ആനന്ദൻ. ഷിട്ടി സിദ്ദിഖ് ഇന്നത്തെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പൊതുമേഖലയെക്കുറിച്ചൊന്നും മിണ്ടിയില്ലല്ലോ ഗവർണർ.
സംസ്ഥാനത്ത് 95 പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്. 2009-2010 കാലത്ത് അവ 666 കോടി രൂപ ലാഭത്തിലായിരുന്നു. 2013-2014 കാലഘട്ടത്തിൽ, അതായത് നിങ്ങളുടെ സർക്കാരിൻ്റെ സമയത്ത് അത് 442 കോടി രൂപ നഷ്ടത്തിലാണ്. ഞാൻ അതിലേക്ക് വരാം. ഞാൻ അതിൻ്റെ വിശദീകരണവും തരാം. ഒന്ന്, ഏറ്റവും പ്രധാനമായിട്ട് ഇത്രയധികം അസത്യ ജഡിലവും ഇത്രയധികം വളരെ പച്ചയായി സത്യസന്ധമല്ലാത്ത കാര്യങ്ങൾ പറയുന്നതിന് ആനത്തലവട്ടം ആനന്ദൻ അദ്ദേഹത്തെ ഞാൻ ആദ്യമായി ഒരു ഇടതുപക്ഷ സമീപനം ഇത്രത്തോളം മോശമായി സംസാരിക്കുന്നതിന് എന്തു പറയുമെന്ന് എനിക്കറിയാൻ വയ്യ. നേരത്തെ പറഞ്ഞു അദ്ദേഹം, ഞങ്ങൾ ഭരിച്ച് പോകാൻ നേരത്താണ് ഞങ്ങൾ തറക്കല്ലിട്ട്. നിങ്ങൾ പോകുന്നതിൻ്റെ 3 കൊല്ലം മുമ്പ് തറക്കല്ലിട്ട്, ഒരു ഇഷ്ടിക എടുത്തു വെച്ചില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഈ പറഞ്ഞതായിരിക്കുന്ന കരാറിലെ മാറ്റം വരുത്താനും ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് കേരളത്തിന്റെ സമയം എത്ര പോയി, കുട്ടികളുടെ സമയം എത്ര പോയി? സംശയമുണ്ട്. ശരി, സമയം പോയി എന്ന് വെക്കുക. ഷിറ്റി സിദ്ദിഖ്, എന്തായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ആദ്യത്തെ കരാർ? ഇൻഫോ പാർക്ക് വിട്ടുകൊടുക്കണമെന്ന് മാത്രമല്ല, സമാന തരത്തിലുള്ള ഒരു പദ്ധതി എറണാകുളത്തോ പരിസര പ്രദേശങ്ങളിലോ ആരംഭിക്കാനേ പറ്റില്ലായിരുന്നു എന്ന് മാത്രമല്ല, ഇൻഫോ പാർക്ക് എന്ന പേര് സംസ്ഥാനത്തൊരിടത്തും ഒരു തരത്തിലും ഉപയോഗിക്കരുത് എന്ന് പോലും ഉണ്ടായിരുന്നു ഒരു ക്ലോസ്. ഇപ്പോൾ നോക്കൂ, ഇൻഫോ പാർക്ക് സ്വതന്ത്രമായി 20,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയാണ്. അതായത് ഈ സ്മാർട്ട് സിറ്റി സൃഷ്ടിക്കുന്നതിനേക്കാൾ, ഇപ്പോൾ സൃഷ്ടിക്കുന്നതിനേക്കാൾ 5 ഇരട്ടി ഇൻഫോ പാർക്കിന് സ്വന്തമായി സൃഷ്ടിക്കാൻ കഴിയുന്നുണ്ട്. അഭിലാഷ്, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇൻഫോ പാർക്കിന്റെ ആ കെട്ടിടമാണ് കൈമാറുന്നത്. ഇൻഫോ പാർക്കിന്റെ കെട്ടിടം കൈമാറുമ്പോൾ ആ ഇൻഫോ പാർക്ക് ഫുള്ളി ഒക്യുപ്പൈഡ് ആണെന്ന്. ഫുള്ളി ഒക്യുപ്പൈഡ് ആയ കെട്ടിടം അവർക്ക് കൈമാറുമ്പോൾ സ്വാഭാവികമായി അതിന്റെ മെയിൻ്റനൻസിന്റെ ചാർജ് സ്റ്റേറ്റ് ഗവൺമെന്റിന് ഒഴിവാകും. അതാണ് ഗവൺമെന്റിനുള്ള മെച്ചം. ഗവൺമെന്റ് അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഫുള്ളി ഒക്യുപ്പൈഡ് ആണ് ഇൻഫോ പാർക്ക് കെട്ടിടം. 1 ഇഞ്ച് സ്ഥലം അവിടെ കൊടുക്കാനില്ല, പുതിയ സംരംഭങ്ങൾക്ക് കൊടുക്കാനില്ല. ആ ഇൻഫോ പാർക്ക് കെട്ടിടം അവർക്ക് കൈമാറുന്നു. അവർ മെയിൻ്റനൻസ് നൽകും, അവർ അതിന്റെ കാര്യങ്ങൾ നിർവഹിക്കും. അതാണ് അതിന്റെ കണ്ടീഷൻ. ഇവർ ഈ പറയുന്നതല്ല. അല്ല, നമുക്ക് അതിൽ വിശദമായ തർക്കങ്ങളിലേക്ക് പോകാൻ ഇൻഫോ പാർക്കിന്റെ ബ്രാൻഡ് നെയിം ഒരിടത്തും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതും, ഇൻഫോ പാർക്ക് പോലെയുള്ള സമാനമായ അല്ലെങ്കിൽ സ്മാർട്ട് സിറ്റി പോലെയുള്ള സമാനമായ ഒരു IT പദ്ധതി എറണാകുളം പോലൊരു സ്ഥലത്ത് അല്ലെങ്കിൽ അതിന്റെ സമീപ പ്രദേശങ്ങളിൽ പാടില്ല എന്നുള്ളതുമുള്ള ക്ലോസ് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നതാണല്ലോ. ആ തർക്കം വിട്ടേക്കൂ. എന്തായാലും ആ കരാർ അല്ലല്ലോ യാഥാർത്ഥ്യമാകുന്നത്, പുതിയ കരാറാണ്. VS അച്യുതാനന്ദന്റെ കാലത്ത് ഉണ്ടായിട്ടുള്ള വ്യവസ്ഥകൾ പ്രകാരമുള്ള കരാർ പ്രകാരം ഒരു സ്മാർട്ട് സിറ്റി വരികയാണല്ലോ. നടക്കട്ടെ. ഞാൻ ചോദിക്കുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളെ കുറിച്ച് കഴിഞ്ഞ സർക്കാരിന്റെ അവസ്ഥയും ഈ സർക്കാരിന്റെ അവസ്ഥയും താരതമ്യം ചെയ്തുകൊണ്ട് ഞാൻ ചോദിച്ച ചോദ്യത്തിന് താങ്കൾ ഉത്തരം പറയുന്നില്ല. എന്തുകൊണ്ടാണ് പൊതുമേഖലയെ കുറിച്ച് മിണ്ടാത്തത്? ഒന്ന്, പൊതുമേഖല മാത്രമല്ല, കേരളത്തിലെ വ്യവസായ മേഖലയിൽ അതിശക്തമായിട്ടുള്ള നിലപാടെടുക്കുകയും അതിനനുസരിച്ചുള്ളതായിരിക്കുന്ന നടപടികൾ സ്വീകരിക്കുകയും ചെയ്ത ഗവൺമെന്റാണ് കേരളത്തിലെ UDF ഗവൺമെന്റ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നേരത്തെ ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. നേരത്തെ അദ്ദേഹം IT പറ്റി പറഞ്ഞു. IT എക്സ്പോർട്ടിൽ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ 4200 കോടി രൂപയാണ് IT എക്സ്പോർട്ട്. ഇപ്പൊ എത്രയാണെന്നറിയോ? 15,000 കോടിയാണ് IT എക്സ്പോർട്ട്. എങ്ങനെ കൂടി? സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾ നിങ്ങൾ ഭരിക്കുമ്പോൾ എത്രയാ? ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ MSME സംരംഭങ്ങളുള്ള സ്റ്റേറ്റാണ് ഇന്ന് കേരളം. പരിശോധിക്കണം. യുവസംരംഭക മിഷൻ, യങ് എന്റർപ്രണേഴ്സ് സമ്മിറ്റ്, സ്റ്റാർട്ടപ്പ് ഇന്ത്യ രാജ്യത്തിന് അഭിമാനകരമായിട്ടുള്ള പദ്ധതി ഇന്ത്യ ഏറ്റെടുത്തു, ആന്ധ്രയിലേക്ക് കൊണ്ടുപോയി. ഞങ്ങൾ കൊണ്ടുപോകുന്ന നടപടികൾ ഈ രാജ്യം മുഴുവൻ ദർശിച്ചു. ഈ രാജ്യത്തിന്റെ എല്ലാ മേഖലകളിലേക്കും അത്തരം നടപടികൾ സ്വീകരിക്കാനുള്ളതായിട്ടുള്ള സമീപനം വന്നു. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നിങ്ങൾ ഭൂരഹിതരായിട്ടുള്ള ആളുകളെ പറ്റി പറഞ്ഞു. ഞങ്ങൾ കേരള ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പട്ടയം കൊടുത്ത ഗവൺമെന്റ് ഞങ്ങളുടെ ഗവൺമെന്റ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആദിവാസികൾക്ക് ഭൂമി കൊടുത്ത ഗവൺമെന്റ് കേരളത്തിലെ UDF ഗവൺമെന്റ്. നമുക്ക് BJPയുടെ പോയിന്റ് ഓഫ് വ്യൂ കൂടി. ശ്രീ JR പത്മകുമാർ, ഇവിടെ ഷിറ്റി സിദ്ദിഖ് പറഞ്ഞത് വസ്തുതയാണ്. നമ്മുടെ IT രംഗത്തെ കയറ്റുമതി ഉയരുന്നുണ്ട്, പുതിയ സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാകുന്നുണ്ട്. അത് പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല ഇതര സംസ്ഥാനങ്ങളിലും അങ്ങനെയാണ്. ഈ കാലം ആ രീതിയിൽ മുന്നേറുമ്പോൾ സർവീസ് സെക്ടറിൽ ഉണ്ടാകുന്ന വളർച്ചയ്ക്ക് ആനുപാതികമായി ഉണ്ടായിട്ടുള്ള വളർച്ചയല്ലാതെ IT മേഖലയിലെ കയറ്റുമതിയുടെ കാര്യത്തിൽ ഒരു കുതിച്ചുചാട്ടം, ഒരു വലിയ സർക്കാർ ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായിട്ടുള്ള എന്തെങ്കിലും വലിയ വികസനം ഉണ്ടായിട്ടുണ്ടോ? എന്താണ് താങ്കളുടെ പാർട്ടിയുടെ വസ്തുതാപരമായ കാഴ്ചപ്പാട്? നല്ല ഈ അവതരണത്തിനാണ് നമ്മുടെ വികസനമായിട്ട് കണക്കാക്കുകയാണെങ്കിൽ സിദ്ദിഖ് പറഞ്ഞതൊക്കെ നമുക്ക് വളരെ നല്ല സന്തോഷകരം സ്വീകരിക്കാൻ പറ്റും. അതല്ലല്ലോ യാഥാർത്ഥ്യം.
നിങ്ങൾ ആലോചിച്ച് നോക്കുക, മറ്റ് സംസ്ഥാനങ്ങളുമായി ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷം അല്ലെങ്കിൽ 5 വർഷത്തെ ഭരണം കൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ മേഖലയിൽ ഉണ്ടാകുന്ന മാറ്റം അത് കണ്ട് ഒന്ന് നമ്മൾ വിശകലനം ചെയ്ത് നോക്കുക. അപ്പോൾ കേരളം എവിടെ നിൽക്കുന്നു? ഈ കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ടെക്നോ സിറ്റി എന്ന് പറഞ്ഞൊരു ഒരു സ്ഥലം 500 ഏക്കർ ഏറ്റെടുത്തിട്ടുണ്ട്. ഈ 5 വർഷക്കാലത്തിനിടയ്ക്ക് പുല്ല് ചെത്തിപ്പറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയെങ്കിലും ഇവർ ചെയ്തിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല. പൊതുമേഖലാ സ്ഥാപനങ്ങൾ നമുക്കറിയാലോ എന്താണ് അവസ്ഥ. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, നമ്മുടെ കേരളത്തിൽ ഇവരെന്ത് ഈ പട്ടയം കൊടുത്തു പേപ്പർ കൊടുത്താൽ ആർക്കെങ്കിലും ഭൂമിയാവുമോ? പട്ടയം കൊടുത്ത ആളുകൾക്കൊക്കെ വസ്തു എവിടെയാണെന്ന് അറിയാതെ ആദിവാസികളും പട്ടികജാതിക്കാർക്കും ഓട്ടമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടമാണ്. സെക്രട്ടേറിയറ്റിന്റെ വന്ന് ഇരിക്കുകയാണ് ഭൂമി കാണിച്ചു തരാൻ. അവർക്ക് യോഗ്യമല്ലാത്ത ഭൂമി പേപ്പർ കൊടുത്താൽ സർക്കാർ ഭൂമി അല്ല, സ്വകാര്യ വ്യക്തിയുടെ ഭൂമി വരെ പട്ടയം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങളത് ആലോചിച്ച് നോക്കുക. ആരോഗ്യ മേഖല ഇന്ത്യയുടെ വിസ്തീർണ്ണം എടുത്ത് നോക്കുമ്പോൾ ഏകദേശം 4% താഴെയാണ് നമ്മുടേത്. അവിടെ ഇന്ന് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന മരുന്നുകളുടെ 25% വിൽക്കുന്നത് കേരളത്തിലാണ്. 33% മനോരോഗത്തിന് ഇന്ത്യയിൽ വിൽക്കുന്ന മരുന്നുകളുടെ 33% വിൽക്കുന്നത് കേരളത്തിലാണ്. ആരോഗ്യ മേഖല എവിടെയാണ്, എങ്ങോട്ടാണ് പോകുന്നത്? അതൊക്കെയാണ് ചോദ്യങ്ങൾ. ഷിറ്റി സിദ്ദിഖ് 2011 നിങ്ങൾക്ക് അധികാരം കൈമാറുമ്പോൾ, അതായത് LDF സർക്കാർ മാറുമ്പോൾ 3200 കോടിയുടെ ക്യാഷ് ബാലൻസ് ഉണ്ടായിരുന്നു ഖജനാവിൽ. ഇപ്പോൾ നിത്യനിദാന ചെലവിന് പണമില്ലാത്ത അവസ്ഥയല്ലേ? നേരത്തെ ചർച്ചയിൽ ചൂണ്ടിക്കാണിച്ചു. കോൺട്രാക്ടർമാർക്ക് കൊടുക്കാനുള്ളത് 3000 കോടി രൂപ, ക്ഷേമ പെൻഷൻ ഇനത്തിലെ കുടിശ്ശിക, എന്തിന് നെല്ല് സംഭരിച്ച കർഷകർക്ക് കൊടുക്കാൻ പോലും കുടിശ്ശികയായിട്ടിരിക്കുകയാണ് പണം. ആ അവസ്ഥയാണിപ്പോൾ സാമ്പത്തിക രംഗത്ത്. ഒന്ന്, നെല്ല് സംഭരണവുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കുന്ന കൊടുക്കാനുള്ളതായിരിക്കുന്ന പണം മുഴുവൻ കൊടുത്തു തീർക്കുന്ന പ്രവർത്തനം അതിൻ്റെ അന്തിമഘട്ടത്തിലാണ്. ഒന്നാമത്തെ കാര്യം. 2, 2011 ഉണ്ടായിരുന്ന ക്യാഷ് ബാലൻസ് നിങ്ങൾ പറഞ്ഞത് അത്രയില്ല. പക്ഷേ ഇപ്പോൾ കേരളത്തിലെ ഗവൺമെന്റിന് നിത്യനിദാന ചെലവുകൾ നടത്താനും ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് നടത്താനും ഒരുവിധ പ്രയാസവുമില്ലാതെ അതിൻ്റെ സാമ്പത്തിക മാനേജ്മെന്റ് വളരെ കൃത്യതയോടുകൂടി നടത്തുന്നു എന്നുള്ളത് മാത്രമല്ല, കേരള ചരിത്രം ഇതുവരെ ദർശിച്ചിട്ടില്ലാത്ത ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഒരു ഭാഗത്തും കരുതൽ നടപടികൾ മറുഭാഗത്തുമായി പുരോഗമിക്കുന്നു. ശ്രീ JR പത്മകുമാർ ഇവിടെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന കാര്യം പറഞ്ഞു. കേരളത്തിൽ അവസാനത്തെ മെഡിക്കൽ കോളേജ് 35 കൊല്ലങ്ങൾക്ക് മുമ്പ് തൃശ്ശൂർ മെഡിക്കൽ കോളേജാണ്. ഞങ്ങൾ മെഡിക്കൽ കോളേജ് ആരംഭിച്ചു. ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായി പാലക്കാട് SC മെഡിക്കൽ കോളേജ്, ഞങ്ങൾ ഇടുക്കി മെഡിക്കൽ കോളേജ് ആരംഭിച്ചു. ഞങ്ങൾ കോട്ടയത്ത് കോന്നിയിൽ തറക്കല്ലിട്ടു, പ്രവർത്തനം തുടരുന്നു. ഞങ്ങൾ കാസർഗോഡ് തറക്കല്ലിട്ടു, വയനാട്ടിൽ തറക്കല്ലിട്ടു. ഞങ്ങൾ മലപ്പുറത്ത് ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾ എറണാകുളത്ത് സഹകരണ മെഡിക്കൽ കോളേജ് ഏറ്റെടുത്ത് മെഡിക്കൽ കോളേജാക്കി പ്രഖ്യാപിച്ചു. ഞങ്ങൾ 280 കോടി രൂപയുടെ സൗജന്യ ക്യാൻസർ ചികിത്സ പ്രഖ്യാപിച്ചു. അത് നടപ്പിലാക്കുന്നു. ഞങ്ങൾ കേരളക്കരയിൽ 18 വയസ്സുവരെയുള്ള മുഴുവൻ കുട്ടികളുടെയും ചികിത്സ സൗജന്യമായി കേരളത്തിൽ പ്രഖ്യാപിച്ചു. അതൊരു കുടക്കീഴിൽ കൊണ്ടുവന്നു, പൂർത്തീകരിക്കുന്നു. 585 ജനറിക് മെഡിസിൻ ഫ്രീ ആക്കി എന്നുള്ളത് മാത്രമല്ല, അത് മുഴുവൻ PHC വഴി കൊടുക്കുന്നു. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും പ്രൈമറി ഹെൽത്ത് സെന്റർ ഉണ്ടാക്കിയ സ്റ്റേറ്റാണ് കേരളം. 12 പുതിയ താലൂക്ക് ഉണ്ടാക്കിയ സ്റ്റേറ്റാണ് കേരളം. 1,40,000 PSC നിയമനം ചരിത്രത്തിൽ ആദ്യമായി നടത്തിയ സ്റ്റേറ്റാണ് കേരളം. അതൊക്കെയാണ് ഭരണമുന്നണിയുടെ അവകാശവാദങ്ങൾ. തുടരുക. ശ്രീ ജേക്കബ് ജോർജ്, വികസനവും കരുതലും അതായിരുന്നു ഈ സർക്കാരിന്റെ സന്ദേശം. ആ അർത്ഥത്തിൽ മൂലധന നിക്ഷേപം ഒരു വശത്ത്, സാമൂഹ്യക്ഷേമ പദ്ധതികൾ മറുവശത്ത് എന്നുള്ള രീതിയിൽ സമന്വയിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഭരണപക്ഷത്തിന്റെ അവകാശവാദം. അതിൽ എത്ര ശതമാനം ശരിയുണ്ട് താങ്കളുടെ വീക്ഷണത്തിൽ? ശ്രീ ജേക്കബ് ജോർജ്. ആരോടാ? ഞാൻ പറയാം. സിദ്ദിഖ് ഇപ്പം മെഡിക്കൽ കോളേജ് കാര്യം പറഞ്ഞല്ലോ. മെഡിക്കൽ വിദ്യാഭ്യാസം എന്താണ് സർക്കാരിന്റെ നയം? അത് ഇടതുപക്ഷ മുന്നണിയാണെങ്കിൽ നമ്മുടെ കേരള സർക്കാർ കേരളത്തിന് എത്ര മെഡിക്കൽ കോളേജ് വേണം, കേരളത്തിന് എത്ര ഡോക്ടർമാർ വേണം, എത്ര നേഴ്സുമാർ വേണം, എന്തെങ്കിലും ഒരു പഠനം ഗവൺമെന്റ് നടത്തിയിട്ടുണ്ടോ? ഇടുക്കിയിൽ മെഡിക്കൽ കോളേജ്, വയനാട്ടിൽ ഇപ്പം ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജും ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജും. ഇവിടൊക്കെ പോയി പിള്ളേരെ പഠിപ്പിക്കാൻ, അവിടെ ഇടുക്കി മെഡിക്കൽ കോളേജിൽ പഠിപ്പിക്കാൻ അധ്യാപകരില്ല, ലൈബ്രറി ഒന്നുമായിട്ടില്ല, ഒരു പുസ്തകം പോലും ഇല്ല. ഉള്ള പുസ്തകങ്ങളൊക്കെ പഴയ സിലബസ് ഒക്കെയാണെന്ന് പറയുന്നത് കേട്ടു. പഴയ എഡീഷനുള്ള പുസ്തകമാണെന്നൊക്കെ ഡോക്ടർമാരൊക്കെ പറഞ്ഞായിട്ട് എനിക്കറിയാം. എനിക്ക് ഡോക്ടർമാരുടെ ചില പരിചയമുള്ള കൊണ്ട് ഞാൻ പറയുകയാണ്. ശരിക്കും പറഞ്ഞാൽ സ്ഥിതിക്ക് ഞാൻ പറയാം, ഈ ഇത്രയധികം
ഇടുക്കിയിൽ ഒരു നല്ല ആശുപത്രി, നല്ലൊരു സ്പെഷ്യാലിറ്റി ആശുപത്രി പണിതിരുന്നെങ്കിൽ നാട്ടുകാർക്ക് പ്രയോജനം ഉണ്ടായിരുന്നു. ഈ തിരുവനന്തപുരത്തും കോഴിക്കോട്ടുമുള്ള കുട്ടികളെ ഇടുക്കി പോയി കൊണ്ടുപോയി വേണം മെഡിക്കൽ കോളേജ് പഠിപ്പിക്കാൻ. അതിന് ഇടുക്കി കൊണ്ട് മെഡിക്കൽ കോളേജ് വെക്കണോ? ഇത് ഇവിടുത്തെ കേരളത്തിലെ ഡോക്ടർമാരോട് ആലോചിച്ചിട്ടുണ്ടോ? മുതിർന്ന നല്ല ഡോക്ടർമാരുള്ള IMA പോലുള്ള സംഘടനയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഭരണകാലം കേരളത്തിന്റെ സുവർണകാലമാണ് എന്ന ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലെ അവകാശവാദമായിരുന്നു ചർച്ച ചെയ്തത്. അതിന് വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പ്രതികരണമാണ് നമ്മൾ ശ്രവിച്ചത്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ശ്രീ T. സിദ്ദിഖ്, ശ്രീ ജേക്കബ് ജോർജ്, ശ്രീ JR പത്മകുമാർ. ഇടവേളയ്ക്ക് ശേഷം എഡിറ്റേഴ്സ് അവർ കാണാം. നമസ്കാരം.